പ്രതീക്ഷകളെല്ലാം വിഫലമാക്കി സ്വർണ്ണവില വീണ്ടും മേലോട്ടുയരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് കുറവൊന്നുമില്ലെങ്കിലും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ ഔൺസിന് വില വർദ്ധിക്കുകയാണ്. യുദ്ധം ശമനമില്ലാതെ തുടരുന്നതിനാൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഇനിയും വർധനവ് സംഭവിച്ചേക്കും. ഇത് സ്വർണ്ണവില കുറയാൻ കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. സ്വർണ്ണവില കുറയുമെന്ന് പ്രതീക്ഷിച്ച ദിവസങ്ങളാണ് മുന്നിലുണ്ടായിരുന്നതെങ്കിലും പ്രവചനങ്ങളൊക്കെ കാറ്റിൽ പറത്തി സ്വർണ്ണവില വീണ്ടും മേലോട്ടുയർന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് കുറവൊന്നുമില്ലെങ്കിലും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ ഔൺസിന് വില വർദ്ധിക്കുന്നുണ്ട്. ഇന്നും സ്വർണ്ണ വിപണി ഉണർവിൽ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ $4023 ഔൺസിന് നിരക്ക്. എന്നിരുന്നാലും യുദ്ധം ശമനമില്ലാതെ തുടരുന്നതിനാൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഇനിയും വർധനവ് സംഭവിക്കാനിടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സ്വർണ്ണത്തിന്റെ വില കുറയുന്നതിന് കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ യുഎസിൽ പണപ്പെരുപ്പം നിയന്ത്രണ പരിധി 2% മുകളിലേക്ക് ഉയർന്നത് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തുമെന്ന പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. പലിശ നിരക്കിൽ വർധനവുണ്ടായാൽ അതും സ്വർണ്ണവിലയെ സ്വാധീനിക്കും. വലിയ സമ്മർദ്ദത്തിലൂടെയാണ് നിലവിൽ സ്വർണം കടന്നുപോകുന്നത്. $4000 താഴ്ന്നിരുന്ന സ്വർണം വീണ്ടും തിരിച്ചു കയറുകയാണ്. US ഇറാൻ സംഘർഷങ്ങൾ പണപ്പെരുപ്പത്തിനും ഫെഡറൽ റിസർവിന്റെ നയങ്ങളിലും ചെലുത്തുന്ന സ്വാധീനമാണ് വിപണികൾ വിലയിരുത്തുന്നത്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വത്തിനോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾക്കും വാണിജ്യ കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണങ്ങളും അസംസ്കൃത എണ്ണ വില ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. US ഉപഭോക്തൃ പണപ്പെരുപ്പം, ഉൽപാദക പണപ്പെരുപ്പം, ചില്ലറ വിൽപ്പന എന്നിവയിലെ സമീപകാല വിവരങ്ങൾ അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മിതമാകുന്നതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ എണ്ണവിലയിലെ സ്ഥിരമായ ശക്തി പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നതിന് കാരണമാകും. ഇത് ഉയർന്ന പലിശ നിരക്ക് പ്രതീക്ഷകളെ ശക്തിപ്പെടുത്തുമെന്നും നിക്ഷേപകർ വിശ്വസിക്കുന്നു. നേരത്തെ കുതിച്ചുകയറിയ ക്രൂഡ് ഓയിൽ വില ഇതിനകം ആഗോള മേഖലയിൽ വരുത്തിവെച്ച വിനാശം തന്നെ ധാരാളമാണെന്നും പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാൻ US കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് അടുത്ത പണനയ നിർണയ യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടിയേക്കാമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ തന്നെ രാജ്യാന്തര സ്വർണ്ണവിലയുടെ ഇപ്പോഴത്തെ തിരിച്ചുകയറ്റത്തിന് അധികം ആയുസ് ഉണ്ടാവില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സ്വർണ്ണത്തിന്റെ ദിശ വ്യക്തതയില്ലാതെ നിൽപ്പായതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ വിലയിൽ കയറ്റിറക്കം പ്രതീക്ഷിക്കാം. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില $3000 താഴേക്ക് വീണാൽ കേരളത്തിൽ പവന് 1,00,000 കുറവായിരിക്കും വില. എന്നാൽ സ്വർണ്ണവിലയിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും പണിക്കൂലി ഉൾപ്പെടെയുള്ള മറ്റു വിലകൾ സാധാരണക്കാരന് തിരിച്ചടി തന്നെയാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.